ഹായ് ദിസ് ഇസ് ഷിതു മിസ് ഫ്രം വിനേഴ്സ് ആൻഡ് നമ്മൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓണപരീക്ഷയുടെ ചൂടിലാണ് നമ്മളെല്ലാവരും നല്ലപോലെ ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എല്ലാം അറിയാം. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നതുണ്ടല്ലോ നമ്മളുടെ ബയോളജിയിലെ 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ദഹനവും പോഷക സംവഹനവും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം പഠിക്കാനുണ്ടായിരുന്ന ഇതിൽ വെച്ചിട്ട് 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു, വലിയൊരു ചാപ്റ്റർ അല്ലെ. മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ 2 ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് കൊടുത്തിരുന്നത്. ഡൈജഷൻ ഒരു രീതിയിൽ ഒരു ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരുന്നു, ഹാർട്ടും ഈ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഒക്കെ വേറെ ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരുന്നത്. പക്ഷെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത്തവണ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയിട്ട് വന്നേക്കുന്നത്. അപ്പം പോസിബിളി നമുക്ക് ചോദ്യങ്ങൾ വരാനിടയുള്ള കുറച്ച് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് മിസ് പറഞ്ഞു തരാം. ഇവിടെ മിസ് കാണിച്ചിരിക്കുന്നത് കുറച്ച് ടോപ്പിക്സ് ആണ്. ഈ ടോപ്പിക്സിൽ നിന്നായിരിക്കും ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. അതിന്റെ സൈഡിൽ മിസ് ടെക്സ്റ്റ് ബുക്കിനകത്ത് അത് എവിടെയാണ് എന്നുള്ളതിന്റെ പേജ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ചോദിക്കേണ്ടായിരിക്കുക എങ്ങനെയാണ് അമീബയും ഹൈഡ്രയും ഒക്കെ ന്യൂട്രീഷൻ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അമീബയുടെ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ന്യൂട്രീഷന്റെ മെത്തഡും, അതുപോലെ തന്നെ ഹൈഡ്രയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ഹൈഡ്രയിൽ ടെന്റക്കിൾസ് ഒക്കെ ഉണ്ട്, അവിടെ ഒരു കുഞ്ഞു മൗത്ത് ഉണ്ട്, മൗത്തിൽ കൂടെ ബോഡി ക്യാവിറ്റിയിലേക്ക് ഭക്ഷണം ഇറങ്ങി വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ ആ 2 ഓർഗാനിസംസ് എങ്ങനെയാണ് ന്യൂട്രീഷൻ കണ്ടെത്തുന്നത്, ആ 2 സ്റ്റെപ്പ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ വരുന്നത് സ്ട്രക്ചർ ഓഫ് ടീത്ത് ആണ്. പല്ല് വരച്ച് ലേബിൾ ചെയ്യാൻ പഠിക്കണം, പല്ലിന്റെ പാർട്സ് പഠിക്കണം, പല്ലിന്റെ പാർട്സിന്റെ ഓരോന്നിന്റെ ഫങ്ഷൻസും പഠിക്കണം. ഇനാമിൽ എന്താ, ഡെന്റൈൻ എന്താ, പൾപ്പ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചേക്കണം. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്കറിയാം, വരയ്ക്കാൻ അല്ലെങ്കിൽ ലേബിൾ ചെയ്യാനൊക്കെ ചോദിക്കും. ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ വരയ്ക്കാനും ലേബിൾ ചെയ്യാനും മാത്രമല്ല, അതിന്റെ കുറെ പാർട്സ് ഉണ്ട്. ഓരോന്നിടത്തും ഓരോരോ സാധനങ്ങളെയും സ്പെഷ്യലായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് ഇല്ലേ. ലൈക്ക് ഇപ്പൊ വായിക്കകത്ത് നമുക്ക് ഉമിനീരുണ്ട്, അതിൽ സലൈവറി അമിലേസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ദഹന വ്യവസ്ഥയ്ക്കകത്തുള്ളത് എന്നുള്ളത് മൊത്തത്തിൽ പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, പല്ലിന്റെ ഘടന പഠിക്കണം. അപ്പം ഈ അമീബയ്ക്കകത്ത് ഹൈഡ്രയ്ക്കകത്ത് നടക്കുന്ന പോഷകങ്ങളുടെ എങ്ങനെയാണ് അവർ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കണം. ഇനി അടുത്തതാണ് വില്ലസിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് വില്ലസ്. അവിടെ ഒരു ഈ വിരലിന്റെ ആകൃതിയിലുള്ള ഒരു സാധനം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതിന് ലേബലിംഗ് സഹിതം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ലാക്ടിയൽ ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ, വില്ലസിന്റെ സ്ട്രക്ചറും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് വില്ലസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞു വെച്ചിരിക്കണം, നമ്മുടെ അബ്സോർപ്ഷന്റെ ആഗിരണത്തിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾക്ക് വില്ലസ് നമ്മുടെ ഇൻഡസ്റ്റൈൻസിലൊക്കെ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തത് ഹാർട്ടാണ്. ഹാർട്ടിന്റെ സ്ട്രക്ചർ പഠിക്കണം, വർക്കിംഗ് നടക്കുന്നത് എങ്ങനെയാണ്, ഇതിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നത്, ആ ഉള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്ലാന്റ്സിലേക്ക് വരുമ്പം, സസ്യങ്ങളിലേക്ക് വരുമ്പം വെള്ളവും ഭക്ഷണവും എങ്ങനെയാണ് സംവഹനം നടത്തപ്പെടുന്നത്, എങ്ങനെയാണ് വാട്ടർ ആൻഡ് ഫുഡ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, സൈലം ഫ്ലോയും അതിനകത്തുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ്, മറ്റു കാര്യങ്ങൾ എന്നുള്ളതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ബ്ലഡ് ആണ് പഠിക്കേണ്ടത്. ബ്ലഡിനകത്ത് നമുക്ക് പ്ലാസ്മയെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്, ബ്ലഡ് സെൽസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രീകരണമായിട്ട് രക്തത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്മയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്, പ്ലാസ്മയ്ക്കകത്തുള്ള പ്രോട്ടീൻസ്, അതുപോലെ തന്നെ രക്തകോശങ്ങൾ, ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇത് 3 അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചേക്കണം. പിന്നെ വരുന്നത് ഡബിൾ സർക്കുലേഷൻ ആണ്, ദ്വിപര്യനം എന്ന് പറഞ്ഞ് വിളിക്കും. പൾമണറി സർക്കുലേഷൻ ഉണ്ട്, സിസ്റ്റമിക് ആയിട്ടുള്ള സർക്കുലേഷൻ ഉണ്ട്. പൾമണറി പര്യനവും അതുപോലെ സിസ്റ്റമിക് ആയിട്ടുള്ള പര്യനവും, ഈ 2 കാര്യങ്ങളും വരച്ച് ലേബിൾ ചെയ്യാനൊക്കെ പഠിക്കണം. ഒരു പിക്ചർ സഹിതം ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി ബ്ലഡ് വെസൽസ്, രക്ത കുഴലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 3 ഉള്ളത്. ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, പിന്നെ കാപ്പിലറീസ് ഉണ്ട്, ധമനികളുണ്ട്, സിരകളുണ്ട്, ലോമികകളുണ്ട്. ഇത്രയും ടൈപ്പാണ് പൊതുവെ ബ്ലഡ് വെസൽസ് ഉള്ളത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അവരുടെ ജോലികൾ പഠിച്ചു വെച്ചിരിക്കുക. ആരുടെ അകത്താണ് വാൽവ് ഉള്ളത്, വാൽവ് ഇല്ലാത്തത് ആർക്കൊക്കെയാണ്, ഭയങ്കര സ്പീഡിലും പ്രഷറിലും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഏതിൽ കൂടെയാണ്, സ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് ഏതിൽ കൂടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കഥ, പെരികാർഡിയത്തിന്റെ ആ ഒരു റോൾ എന്താണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കണം. പൾസ്, ഹാർട്ട് ബീറ്റ്, ECGയുടെ ആ ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫും കൂടെ ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ എന്താണെന്ന് പഠിക്കണം. അതിന്റെ നോർമൽ വാല്യൂ 120/80 mmHg എന്ന് പറഞ്ഞ നോർമൽ ആയിട്ടുള്ള ഒരു വാല്യൂ പഠിക്കണം. അത് കൂടാതെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഉപകരണമാണ് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ പിക്ചർ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കുക, ഇത് എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് സ്പിഗ്മോ മാനോമീറ്റർ ആണ് എന്നുള്ളത് എഴുതാനായിട്ടുള്ള ആ ഒരു ഓർമ്മ വെച്ചിരിക്കണം. പിന്നെ സ്വാലോയിങ്, ഭക്ഷണം വിഴുങ്ങുന്നത് 4 സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചിരിക്കണം. സ്റ്റെപ്പ് ഓർഡർ തെറ്റിച്ച് തന്നിട്ട് നിങ്ങളുടെ അത് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, പിന്നെ
നമ്മൾക്കുള്ളതാണ് പോർട്ടൽ സിസ്റ്റം. രണ്ട് തരത്തിലുള്ള പോർട്ടൽ സിസ്റ്റവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം അതൊന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ആൻഡ് കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിൾ ആണ് ഇത്ര നാളില്ലാതിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക് ഇതിനകത്ത് വരുന്നത്. കാർഡിയാക് സൈക്കിളിന്റെയും ഒരു ചിത്രീകരണം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒരു സർക്കിളിനകത്തൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചിത്രീകരണം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചിത്രീകരണം കൂടെ എന്ത് ചെയ്യാം, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെയിൻ ടോപ്പിക്സ്. പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് എല്ലാ ടോപ്പിക്സ് വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ടിട്ട് ഭൂരിഭാഗം മാർക്ക് ഇതിൽ നിന്ന് വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മോർ ഓവർ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഈ ടോപ്പിക്സ് എല്ലാം മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടായിരുന്ന സമയത്തും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ടോപ്പിക്സ് എല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും വിട്ട് കളയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. നമുക്കൊരു ചിത്രീകരണം തന്നിട്ടുണ്ട്. അവിടെ എക്സ് വൈ എന്ന് പറഞ്ഞ മാർക്കിങ്സ് ഉണ്ട് അല്ലെ. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറഞ്ഞ് നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് തിരിച്ചറിയണം. ഇനി വൈ എന്ന് പറഞ്ഞ ഭാഗത്തിന് വാട്ട് ഈസ് ദ റോൾ ഓഫ് വൈ ഇൻ ദ പ്രോസസ് ഓഫ് സ്വാലോയിങ് ഫുഡ്. ആഹാരം വിഴുങ്ങുമ്പോൾ വൈ എന്ന് പറഞ്ഞ ഭാഗത്തിന് ഉള്ള റോൾ എന്താണ്, ധർമ്മം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം എക്സ് വൈ എന്നുള്ളത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നമ്മൾക്ക് വൈയുടെ മാത്രം എന്ത് എഴുതിയാൽ മതി, റോൾ എഴുതിയാൽ മതി അല്ലെ. ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഭക്ഷണം വിഴുങ്ങുന്ന ആ ഒരു ഭാഗത്ത് നിന്നുള്ളൊരു പിക്ചറാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെ. ഭക്ഷണം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് സാധനങ്ങളാണ് അവിടെ ലേബൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. എക്സ് എന്താ വൈ എന്താ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കളയാം. എക്സ് വരുന്നത് നമ്മളുടെ ഉവുല അല്ലെങ്കിൽ ചെറുനാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. വൈ വരുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. ഗ്ലോട്ടിസ്, എപ്പിഗ്ലോട്ടിസ് ഒരു ലൈക്ക് ഇലയുടെ ഷേപ്പിലുള്ള ഇലയുടെ ആകൃതിയിലുള്ള ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഈ ട്യൂബിനെ മറച്ചു കളയുന്നത്. അപ്പൊ അതിന്റെ മേലെ കൂടിയാണ് ഭക്ഷണം ഉരുണ്ട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരിക്കുക, ഈസോഫാഗസിലേക്ക് പോകുന്നുണ്ടായിരിക്കുക. അത് വെച്ച് നമ്മളുടെ ആ ഒരു ട്യൂബിനെ വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഭാഗത്തെ അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഭക്ഷണം ഈ ശ്വാസനാളത്തിലേക്ക് വീണിട്ട് നമ്മൾക്ക് ശിരസിൽ കയറുന്ന പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എപ്പിഗ്ലോട്ടിസിന് ഭയങ്കരമായിട്ടൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിരിക്കുന്ന ഭാഗം ഉവുലയാണ്, വൈ എന്ന് പറയുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. വൈയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം എത്താതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്, എത്താതെ അതിനെ മൂടി വെക്കുന്നത് കൊണ്ടിട്ട് എത്താതെ പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ എപ്പിഗ്ലോട്ടിസിന്റെ ജോലി. ഓക്കെ, ഉവുലയുടെ ജോലി ചോദിച്ചിട്ടില്ല, ഉവുലയുടെ ഫംഗ്ഷൻ ചോദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉവുല പഠിക്കേണ്ടെന്നല്ല മിസ് പറയുന്നത്, ഉവുലയും കൂടെ അതിന്റെ കൂട്ടത്തിൽ കൂടെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. എപ്പിഗ്ലോട്ടിസിന്റെ ജോലിയെ പോലെ തന്നെ ഉവുലയുടെ ജോലി എന്താണ് എന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കാരണം മൂക്കും നമ്മുടെ ഈ ഒരു ഫാരിങ്സ് ഏരിയ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അവിടെ വരുന്ന ഒരു ഭാഗമാണ് ഉവുല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ 2-3 ഹിന്റുകൾ തന്നിട്ടുണ്ട്. ഈ ഹിന്റുകൾ അനുസരിച്ച് നിങ്ങളോട് ഏതാണ് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്നുള്ളതാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നത്. ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്, ദഹനരസമാണ്. അതിൽ എൻസൈമുകൾ ഇല്ല ആൻഡ് ഭക്ഷണത്തെ ആൽക്കലൈൻ ആക്കി മാറ്റുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ആ ഒരു ഹിന്റിനകത്ത് വന്നേക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇതാരാണ്, ഏതായിരിക്കും ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഈ ചോദ്യത്തിൽ ഒരു എക്സ്ട്രാ ചോദ്യം കൂടി ഉണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ആൻഡ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് കൂടെ എഴുതുക. ഇതല്ലാതെ 3 തന്നിട്ടുണ്ട്, അതല്ലാതെ വേറൊരു ഫംഗ്ഷനും കൂടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ദഹനരസമാണെന്നുള്ളൊരു ക്ലൂ നമ്മുടെ കയ്യിലുണ്ട്. എൻസൈം ഇല്ല എന്നുള്ളൊരു ക്ലൂവും കൂടെ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. എൻസൈം ഇല്ലാത്ത ഒരേ ഒരു ദഹനരസമാണുള്ളത്. അത് ഏതാണ്? ദാറ്റ് ഇസ് നമ്മളുടെ ബൈൽ അല്ലെ. ബൈലിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബൈൽ അല്ലെ. ബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ നമ്മളുടെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ്, ഒരു ദഹനരസമാണ് എന്ത്, ബൈൽ എന്ന് പറയുന്നത്. ആൻഡ് ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നത് ലിവർ ആണ്. ഉൽപ്പാദിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് എഴുതിയേക്കണം. ബൈലിന്റെ മലയാളം എന്ന് പറയുന്നത് പിത്തരസം എന്നുള്ളതാണ്. പിത്തരസമാണ് ബൈലിന്റെ മലയാളം. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ആൻഡ് ഇതിന്റെ വേറൊരു ജോലി എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ നമ്മളുടെ ഭക്ഷണത്തെ അല്ലെങ്കിൽ ഭക്ഷണത്തിനകത്ത് നിന്ന് കിട്ടുന്ന ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ ചെറിയ ചെറിയ സിമ്പിൾ ഫോംസ് ആക്കാൻ, ലഘു കണികകളാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ ലിവർ ആണ് എന്നുള്ളതും കൂടെ നോക്കുക. ഓക്കെ, അപ്പോ ബൈലാണ് ആ ഒരു ദഹനരസം എന്ന് പറയുന്നത്. പിത്തരസമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പിനെ ലഘുകണികകൾ സിമ്പിൾ ഫോംസ് ആക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുകയാണ് അത്. ഇനി അടുത്തത് നോക്കുക. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ പിക്ചർ എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം. ആൻഡ് എങ്ങനെയാണ് ഈ ഒരു ഭാഗം നമ്മളെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഹൗ ഡസ് ദിസ് ഹെൽപ്പ് ഫോർ അബ്സോർപ്ഷൻ? ആൻഡ് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം അവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ. അവരെ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ പിക്ചർ തന്നിട്ടുണ്ട്. അതിനകത്ത് ചിത്രം എന്തിനെയാണ്
സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തണം. ആ വിരൽ പോലെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ഭാഗം നമ്മളുടെ ആകിരണം എന്ന് പറഞ്ഞ പ്രവൃത്തിയെ സഹായിക്കുന്നത് എന്നുള്ളതും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം എക്സ് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആകിരണം ചെയ്യുന്ന കണികകൾ അല്ലെങ്കിൽ പോഷകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തണം. ഈ ചിത്രം എന്ന് പറയുന്നത് എന്തിന്റെ ചിത്രമാണ്? ചിത്രം വരുന്നത് വില്ലസിന്റെ ചിത്രമാണ്. ഈ ചിത്രം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. കളർഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ലേബിൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇപ്പൊ ഇതിവിടെ എക്സ് ആണ്, എക്സിന് പകരം വേറെ എന്തെങ്കിലും തന്നിട്ട് വൈ ആയിട്ട് ലേബിൾ ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ് വൈ എന്നുള്ള രീതിയിൽ രണ്ട് ലേബിളിങ്സ് ഒക്കെ വന്നിട്ട് ചോദിച്ചെന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ തന്നേക്കുന്ന ചിത്രം എന്ന് പറയുന്നത് വില്ലസിന്റെ ചിത്രമാണ്. വില്ലസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മളുടെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് അല്ലെ, ആഗിരണം ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ ഒരുപാട് ഭാഗം ഇതുവഴിയായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാം, ആഗിരണം ചെയ്യാം. നമ്മൾ കുടിച്ചിട്ടുള്ള വെള്ളവും ഒരുപാട് നമുക്ക് ഇതുവഴിയായിട്ട് അബ്സോർബ് ചെയ്തെടുക്കാം അല്ലെ, ആഗിരണം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അത് കൂടാതെ നമ്മൾ കണ്ടിരിക്കുന്ന ആ പിക്ചറിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം മറ്റെന്ത് ന്യൂട്രിയൻസിനെയാണ് അബ്സോർബ് ചെയ്യുന്നുണ്ടായിരിക്കുക, മറ്റെന്ത് ന്യൂട്രിയൻസിനെയാണ് ആഗിരണം ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അതൊന്നും ഓർത്ത് വെച്ചേക്കണം. ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞ ലേബിൾ ചെയ്തിരിക്കുന്ന ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് അബ്സോർബ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ഒരു വില്ലസിനുമായിട്ട് സംബന്ധിച്ച ഒരു ചോദ്യത്തിന്. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് പല്ലിന്റെ ഒരു ഘടനയാണ് കാണിച്ചിരിക്കുന്നത്, പല്ലിന്റെ ഒരു സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ക്ലൂ ഉണ്ട്. ക്ലൂ വെച്ചിട്ട് നിങ്ങളോട് പകർത്തി വരച്ച് റീഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പകർത്തി വരച്ച ശേഷം ഈ ക്ലൂ വെച്ച് പാർട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ലേബിൾ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ഓക്കെ, ക്ലൂ എന്തായാലും ഒന്ന് വായിക്കാം. ലിവിങ് ടിഷ്യൂ വിച്ച് ഫോംസ് എ ടൂത്ത്. പല്ലായിട്ട് മാറുന്ന ആ ഒരു ലിവിങ് ജീവനുള്ള ആ ഒരു കല ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്ലൂ. അടുത്ത ക്ലൂ എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ കാണാൻ പറ്റുന്ന ഭാഗം. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഏറ്റവും ദൃഢതയുള്ള ഏറ്റവും കടുപ്പമേറിയിട്ടുള്ള ഭാഗം ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല രേഖപ്പെടുത്തണം, അതുപോലെ രക്തക്കുഴലുകൾ കാണുന്ന ഭാഗം രേഖപ്പെടുത്തണം, കടുപ്പമേറിയ കുറച്ചുകൂടെ ദൃഢത കൂടിയ ഭാഗം ഏതാണ് എന്നുള്ളതും കൂടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ളതുണ്ട് അല്ലെ. നമുക്ക് രേഖപ്പെടുത്തലുകൾ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. എ ആയിട്ട് വരുന്നത് അത് ഡെന്റൈൻ ആണ്. ഡെന്റൈൻ ആണ് ഈ പറഞ്ഞ പോലെ പല്ലായിട്ട് മാറുന്ന ഒരു ലിവിങ് ടിഷ്യൂ എന്ന് പറയുന്നത് അല്ലെ. ജീവനുള്ള കല ഡെന്റൈൻ ആണ്. ഡെന്റൈൻ ലേബിൾ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇനി രണ്ടാമത്തത് പൾപ്പാണ്. പൾപ്പിലാണ് രക്തക്കുഴലുകളും അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ന്യൂറോൺസും നെർവ്സും ഒക്കെ കാണുന്നുണ്ടായിരിക്കും, പൾപ്പിലായിരിക്കും. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു ദൃഢതയുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ആ കളർ കൊടുക്കുന്നതും പല്ലിന് കളർ കൊടുക്കുന്ന ഭാഗവും എന്ത് തന്നെയാണ്? ഇനാമൽ തന്നെയാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഒരു ചിത്രീകരണം മാതിരി തന്നിട്ടുണ്ട്. ഈ ചിത്രീകരണത്തിനകത്ത് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗാസ്ട്രിക് ജ്യൂസ് ആണ്. ഗാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈക്ക് ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രസങ്ങൾ, ആമാശയ രസങ്ങളാണ് ഇതിനകത്ത് വരുന്നുണ്ടായിരിക്കുക. അവിടെ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുടെ അടുത്ത് ഫില്ല് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇത് എ ആണ് കേട്ടോ, ഇത് എ ആണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഫില്ല് ചെയ്യണം. ബി സി ഡി ഇ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, എ ബി എന്ന് പറയുന്നത് എൻസൈം ആണ് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. സി ഡി ഇ എന്നിവ അതിന്റെ ധർമ്മമാണ്, ഫംഗ്ഷൻ ആണ് എന്നുള്ളൊരു ക്ലൂ അവിടെ തന്നിട്ടുണ്ട്. ആ ക്ലൂവിനനുസരിച്ച് നിങ്ങൾ ഈ കാര്യം ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. ഇതൊന്ന് മൊത്തത്തിൽ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിച്ചേക്കണം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് മാറ്റി മാറ്റി നോക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു. പാർഷ്യലി പ്രോട്ടീനിനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നുണ്ടായിരിക്കുക. അതാണ് നമ്മളുടെ പെപ്സിൻ എന്ന് പറയുന്നത്. ഉത്തരത്തിൽ നോക്കാം, പെപ്സിൻ ആണ് അല്ലെ. ഇനി അത് കൂടാതെ ഇവിടെ നോക്കുക, കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. പാർഷ്യലി ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആരാണ്? ദാറ്റ് ഈസ് ലിപ്പേസ്. ലിപ്പേസ് ആണ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആള്. ഇനി ഇവിടെ HCl പൊതുവെ എന്താ നമ്മളുടെ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തെ അസിഡിക് ആക്കി മാറ്റാൻ വേണ്ടി, ആസിഡ് ഉള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് HCl എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ കൂടെ എന്തെങ്കിലും അണുക്കളൊക്കെ നമ്മുടെ ആമാശയത്തിലേക്ക് സ്റ്റൊമക്കിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊന്നുകളയുന്നത് ഈ HCl തന്നെയാണ്. ഇനി അടുത്തൊരു സാധനമാണ് മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളുടെ ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കിനകത്ത് നിറയെ ഈ പറഞ്ഞ HCl ആണ് അല്ലെ. അതുവഴി നമ്മുടെ സ്റ്റൊമക്കിന് കേടുപാടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒക്കെയാണ്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂക്കസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്ലേഷ്മം ഉള്ളത് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നത് പെപ്സിൻ ആണ്. ദാറ്റ് മീൻസ് ദഹിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യലി ഭാഗികമായിട്ട് ദഹിപ്പിച്ച് പെപ്റ്റോൺ ആക്കുന്നത് പെപ്സിൻ ആണ്. ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നത് ലിപ്പേസ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഗാസ്ട്രിക് ലിപ്പേസ് എഴുതിയില്ലെങ്കിൽ പ്രശ്നമില്ല, ലിപ്പേസ് എന്ന് എഴുതിയാലും മതി, പക്ഷെ ആ ലിപ്പേസിനെ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ചോദ്യമാണ്. രാസാഗ്നികളില്ലാത്ത ദഹനരസം, എൻസൈം ഇല്ലാത്ത ദഹനരസം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് കണ്ടുപിടിക്കാനാണ് എളുപ്പമാണ്. ഓൾറെഡി നമ്മൾ അതിന്റെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത സ്ഥിതിക്ക് അതെന്താണ്? ബൈലാണ് അല്ലെ. അതൊന്നും ഓർത്ത് വെച്ചേക്കണം.
ബൈലിൽ എന്തില്ല, രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈം തീരെ ഇല്ലാത്തൊരു സാധനമാണ് ആര്, ബൈൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഈ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തോ നടക്കുകയാണ്, ഒരു പ്രൊസീജിയർ നടക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു ലേബലിംഗ് ഉണ്ട് അല്ലെ. ആ ലേബൽ ചെയ്തേക്കുന്ന മസിൽ ഏതായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ ലേബൽ ചെയ്തിരിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ്. ഇനി നമ്മളുടെ ദഹനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനകത്ത്, ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനകത്ത് സ്റ്റൊമക്കിന്റെ ഈ മസിലുകൾക്കുള്ള റോൾ എന്താണ് എന്നും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റൊമക്കിന്റെ മസിലുകൾക്കുള്ള റോൾ. അപ്പം എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ പേശികളുടെ പങ്ക് എന്താണ്, ധർമ്മം എന്താണ് എന്നുള്ളതും എഴുതേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും എക്സ് എന്ന് പറയുന്നത് അവിടെ കാണാൻ പറ്റും, ഒരു മസിലാണ്. മസിൽ എന്ന് പറയുന്നത് സർക്കുലർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികളാണ്. സർക്കുലർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികൾ. ആൻഡ് ഇവർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചവച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ടുള്ള ഭക്ഷണമാണ് ഈ അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ് കൂടെ കടന്നിട്ട് നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിനകത്ത് എത്തുന്നുണ്ടായിരിക്കാം അല്ലെ. അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം അതിനെ നല്ലപോലെ അരച്ച് എന്താക്കി മാറ്റണം, പേസ്റ്റ് പരുവത്തിലാക്കി മാറ്റണം. എന്നാൽ മാത്രമേ നമ്മുടെ ചെറുകുടലിൽ കൂടെ അത് നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്ത് പോവുള്ളൂ. ആൻഡ് മോർ ഓവർ നല്ല രീതിയിൽ നമുക്ക് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിന് വേണ്ടതായിട്ടുള്ള പോഷകങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബ്സോർബ് ചെയ്യാം, എന്ന് വെച്ചാൽ ആഗിരണം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് കണക്കിലെടുത്തിട്ട് നമ്മളുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിനകത്തുള്ള മസിൽസ് ആണ് പ്രധാനമായിട്ടും ഈ ഭക്ഷണത്തെ അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കാൻ വേണ്ടി സഹായിക്കുന്നത്, കുഴമ്പ് പരുവത്തിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ധർമ്മം. ഓക്കെ, എക്സിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്ക് ഫുഡ് ഇൻ ടു പേസ്റ്റ്, ഭക്ഷണത്തെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്തു വെച്ചിരിക്കാം കേട്ടോ. ഈ സർക്കുലർ മസിൽസ് കൂടാതെ വേറൊരു മസിലും കൂടെ അവിടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കണം. വർക്ക് ചെയ്യുന്ന വേറൊരു മസിലും കൂടി ഉണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ്, സെയിം ഫംഗ്ഷൻ തന്നെയാണ് അതിന്. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. വായിക്കാം. സർട്ടൻ ബാക്ടീരിയ റെസൈഡ് ഇൻ ദ ലാർജ് ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിനകത്ത് എന്തുണ്ട്, ചില ബാക്ടീരിയകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കുക. നമ്മൾക്ക് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് വി ഹാവ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ. ആമാശയത്തിൽ എന്തുണ്ട്, നമ്മൾക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഇനി അത് കൂടാതെ വില്ലസിന്റെ പ്രസൻസ് നമുക്ക് എവിടെ കാണാം, സ്മോൾ ഇൻഡസ്റ്റൈനിൽ കാണാം. ചെറുകുടലില് വില്ലസുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. വൻകുടലില് ബാക്ടീരിയ ഉള്ളതിന് കാരണം എന്താണ്, വൻകുടലില് ബാക്ടീരിയ ഉള്ളതിന് കാരണം വേറൊന്നുമില്ല, അവരാണ് പ്രധാനമായിട്ടും ഈ വിറ്റമിൻ കെ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും വിസർജനം കുറച്ചുകൂടെ സ്മൂത്ത് ആക്കുന്നത്, വിസർജനം കുറച്ചുകൂടെ എളുപ്പത്തിലാക്കുന്നതും ഈ ബാക്ടീരിയയുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് എയുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ എന്തുകൊണ്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു, അണുക്കളെ നശിപ്പിക്കാൻ, അതുപോലെ തന്നെ ഫുഡിനെ അസിഡിക് ആക്കി മാറ്റാൻ, ഭക്ഷണത്തെ അസിഡിക് ആക്കി മാറ്റാൻ, pH മാറ്റാൻ എന്നുള്ള രീതിയിൽ എഴുതിയാലും മതി. ഓക്കെ, ഇനി വില്ലസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലസ് കാണുന്നത് പ്രധാനമായിട്ടും അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ആഗിരണത്തിന്റെ ആ ഒരു ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് പൊതുവെ ആര് സഹായിക്കുന്നുണ്ട്, വില്ലസ് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് അങ്ങനെയുള്ളതൊക്കെ ആഗിരണം ചെയ്യാൻ, അങ്ങനെയുള്ളതൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ വില്ലസ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ശരീരത്തിന്റെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കുറച്ച് പാർട്സ് കാണിക്കുന്ന ഒരു ചോദ്യമാണ്. എക്സ് ആൻഡ് വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. എക്സിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലെ. അപ്പോ എക്സിനകത്ത് ഉണ്ടാകുന്ന ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ ഫംഗ്ഷൻ, ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് ദഹന രസം ഉണ്ടാകുന്നുണ്ട്, അപ്പൊ അതിന്റെ ധർമ്മം എന്താണ് എന്നുള്ളത് എഴുതണം. അത് കൂടാതെ വൈ ഉണ്ടാക്കുന്ന രണ്ട് എൻസൈംസ്, അവരുടെ ഡൈജസ്റ്റീവ് ജ്യൂസിനകത്ത് കാണുന്ന രണ്ട് എൻസൈമും കൂടെ നമ്മൾക്ക് എഴുതേണ്ടതായിട്ടുള്ളത് അല്ലെ. എക്സ് വൈ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ലിവർ ആണ് അല്ലെങ്കിൽ കരളാണ്. വൈ എന്ന് പറയുന്നത് എന്താണ്, അത് പാൻക്രിയാസ് ആണ് അല്ലെ. എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. എക്സ് പിത്താശയം അല്ലെങ്കിൽ നമ്മളുടെ ലിവറിന്റെ അടുത്തുള്ള ആ ഒരു ഗോൾ ബ്ലാഡർ, ലിവറിൽ നിന്ന് ഉണ്ടാകുന്ന ബൈലിനെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഇനി വൈ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ്. ആഗ്നേയ ഗ്രന്ഥി ഉണ്ടാക്കുന്ന ജ്യൂസ് ആണ് എന്ത്, ആഗ്നേയ രസം അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. എക്സിൽ കാണുന്ന ദഹനരസത്തിന്റെ ധർമ്മം എന്താണെന്ന് എഴുതണം. എക്സിൽ കാണുന്നത് ബൈലാണ്. ബൈലിന്റെ ധർമ്മം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫാറ്റിനെ അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുള്ള കൊഴുപ്പിനെ ചെറുതാക്കിയിട്ടൊന്ന് എമൾസിഫൈ ചെയ്യാൻ, ചെറിയ ചെറിയ ലഘു കണികകളാക്കാനാണ്
അത് സഹായിക്കുന്നത്. ഇനി വൈനകത്ത് കാണുന്ന ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട് അല്ലെ, ഒരു ദഹനരസം ഉണ്ട്, അതിന്റെ ഒരു എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻക്രിയാറ്റിക് ആമിലേസ് ഉണ്ട്, ട്രിപ്സിൻ ഉണ്ട്, പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്. ആമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ് ഇത് മൂന്നുമാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ ആഗ്നേയ രസത്തിൽ നിന്നുണ്ടാകുന്ന 3 എൻസൈമുകൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ എൻസൈമുകളുടെ പേര് എഴുതാനായിരുന്നു സി ചോദ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈലിന്റെ ജോലി എന്താണ് എന്നുള്ളതാണ് ബി ചോദ്യമായിട്ട് വന്നിരുന്നത്. ഐഡന്റിഫിക്കേഷൻ ആയിരുന്നു എ ചോദ്യമായിട്ട് വന്നിരുന്നത്. അങ്ങനെയാണ് ഈ 3 ആൻസേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, നമ്മളിപ്പോ ഈ ഹാർട്ടിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇത്ര നേരം ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതൊന്ന് നമ്മൾ വിട്ടൊന്ന് ഹാർട്ടിലേക്ക് പോവാണ്. ഇവിടെ നിങ്ങൾക്ക് എ ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഹൃദയവും പെരികാർഡിയവും, ഹാർട്ടും പെരികാർഡിയവും ഇത് തമ്മിലുള്ള ബന്ധം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബന്ധം? ബന്ധം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ഹാർട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആളാണ് ആര്? പെരികാർഡിയം എന്ന് നമ്മൾ വിളിക്കുന്ന സംഭവം അല്ലെ. പൊതുവെ നമ്മളുടെ ഹാർട്ടിന് സംരക്ഷണം കൊടുക്കുന്ന ഏറ്റവും പുറത്തെ ആവരണം ഒരു സ്ഥലമാണ്. രണ്ട് ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു ഇരട്ട സ്ഥലമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് ആര്? പെരികാർഡിയം എന്ന് പറയുന്നത് കേട്ടോ. ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഔട്ടർ മെംബ്രെയിൻ അല്ലെങ്കിൽ കവർ ചെയ്ത് സൂക്ഷിക്കുന്നു. എങ്ങനെ എഴുതി കഴിഞ്ഞാലും പ്രശ്നമില്ല. ഔട്ടർ മെംബ്രെയിനിൽ പൊതുവെ അതിന്റെ ജോലി എന്താ? കവറിങ് തന്നെയാണ് അല്ലെ. യെസ്, ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി ബ്ലഡ് പ്രഷറിന്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ് ഈ ഗ്രാഫുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആർക്കാണ് ഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ബ്ലഡ് പ്രഷർ ഉള്ളത് ഈ ABC എന്ന് പറഞ്ഞ മനുഷ്യന്മാരിൽ ആർക്കാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതായിട്ടുള്ളതാണ് ഈ ചോദ്യം. ബി ചോദ്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള 2 മനുഷ്യന്മാരുണ്ടല്ലോ, സാധാരണയിൽ കവിഞ്ഞ ബ്ലഡ് പ്രഷർ ഉള്ള 2 മനുഷ്യന്മാർ അവിടെ ഉണ്ട് അല്ലെ, അവർക്ക് ഉണ്ടാകുന്ന രോഗം എന്താണ് എന്നുള്ളത് കണ്ടെത്തണം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് പ്രഷർ സാധാരണ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഹെൽത്ത് ഹാബിറ്റ്സ് ഉണ്ട് അല്ലെ. ആ ഹെൽത്ത് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് സാധാരണ രക്തസമ്മർദ്ദമുള്ള മനുഷ്യൻ ഏതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടെത്തണം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കുള്ള രോഗം എന്തായിരിക്കും എന്നുള്ളതും കണ്ടെത്തണം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ നിലനിർത്തേണ്ടതായിട്ടുള്ള ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ആ ചോദ്യത്തിന്റെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിന്റെ നോർമൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 120/80 mmHg ആണ് അല്ലെ. 120/80 mmHg. അപ്പൊ ഈ 120/80 എന്ന് തോന്നിക്കുന്ന ആകെ കൂടെ ഒരൊറ്റ ഗ്രാഫിക് അത് കൊടുത്തിട്ടുള്ളൂ, ദാറ്റ് ഇസ് എ അല്ലെ. അപ്പൊ എ എന്ന് പറഞ്ഞ ആൾക്കാണ് എന്നുള്ളത് അഭിലഷണീയമായിട്ടുള്ള ഈ പറഞ്ഞ രക്തസമ്മർദ്ദം ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ റേറ്റിലുള്ള രക്തസമ്മർദ്ദം ഉള്ളത് എ എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. ഇനി ബിയും സിയും എന്ന് പറയുന്ന 2 മനുഷ്യന്മാരാണ്. അവർക്ക് എന്തോ അസുഖങ്ങളുണ്ട്. അസുഖങ്ങൾ എന്താന്ന് നോക്കുക, ബിക്ക് ഉയർന്നു നിൽക്കാണ്, ഗ്രാഫ് ഉയർന്നു നിൽക്കാൻ, അതിനർത്ഥം അവരുടെ രക്തസമ്മർദ്ദം കൂടുതലാണ് അല്ലെ. അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. ആൻഡ് സിനെ സംബന്ധിച്ചിടത്തോളം രക്തസമ്മർദ്ദം കുറവാണ് അല്ലെ, ഗ്രാഫ് ഭയങ്കര കുറച്ച് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തായിരിക്കും? കുറവായിട്ടുള്ള രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ഇനി നമ്മള് പാലിക്കേണ്ട കുറച്ച് ആരോഗ്യശീലങ്ങൾ, ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പുള്ള ഭക്ഷണം അധികം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. സോൾട്ടി ആയിട്ടുള്ള ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇതിനിടയ്ക്ക് കൂടെ നിങ്ങൾക്ക് നല്ലപോലെ എക്സസൈസ് ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്. ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്താലും മതി. 1 മാർക്കിന്റെ ചോദ്യമാണ്, അധികം എഴുതേണ്ട ആവശ്യമില്ല, 1-2 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, മിസ് ഇവിടെ കൊഴുപ്പും ഉപ്പും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം മാത്രം എഴുതിയാലും മതി. പിന്നെ നിങ്ങൾക്ക് എക്സസൈസിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഹൃദയത്തിന്റെ വാൽവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് വാൽവിന്റെ പേര് കണ്ടെത്തണം ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പൊസിഷനും ഫംഗ്ഷനും കണ്ടെത്തണം, ധർമ്മവും അതുപോലെ സ്ഥാനവും കണ്ടെത്തണം എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണുന്ന ആ ഒരു വാൽവ് ഏതാണ്? റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലുള്ളത് ആരാണ്? ട്രൈകസ്പിഡ് വാൽവ് ആണ്. റൈറ്റ് സൈഡിലുള്ളത് 3 കസ്പുകളുള്ള ട്രൈകസ്പിഡ് വാൽവ് ആണ് എന്നുള്ളത് ഓർത്തുവെച്ചിരിക്കുക. അപ്പൊ ഏടെ ആൻസർ ആയിട്ട് വരുന്നത് ട്രൈകസ്പിഡ് വാൽവ് ആണ്. ഇടത് ഏട്രിയത്തിന്റെയും ഇടത് വെൻട്രിക്കിളിന്റെയും ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും സൈഡിൽ വരുന്നത് ദാറ്റ് ഇസ് 2 കസ്പുകളുള്ള ബൈകസ്പിഡ് ആയിട്ടുള്ള വാൽവ് ആണ്. എന്താണ്? ബൈകസ്പിഡ് വാൽവ് ആണ്. ബിയുടെ ആൻസർ ആയിട്ട് വരുന്നത് ബൈകസ്പിഡ് വാൽവ്. ഇനി ശ്വാസകോശ ധമനി എന്നുള്ളതാണ് വന്നേക്കുന്നത്, ദാറ്റ് ഇസ് പൾമണറി വാൽവ്. പൾമണറി വാൽവ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? പൾമണറി ആർട്ടറിയുടെ തുടക്കത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. പൾമണറി ആർട്ടറി തുടങ്ങുന്ന സ്ഥലത്ത്, ശ്വാസകോശ ധമനി തുടങ്ങുന്നിടത്താണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് അവരുടെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അവരുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ
നമ്മളുടെ ബ്ലഡ് ബാക്കോട്ട് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വാൽവുകളും ഉള്ളത് അല്ലെ. അപ്പൊ പൾമണറി ആർട്ടറിയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് രക്തം ബാക്കോട്ട് ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട്, പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശ ധമനി അല്ലെ, ശ്വാസകോശ ധമനിയിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് രക്തം തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഒരു പൾമണറി വാൽവ് അല്ലെങ്കിൽ ശ്വാസകോശ വാൽവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. വാൽവുകൾ ഓർത്തു വെച്ചിരിക്കണം. വലത് സൈഡിലുള്ളത് ട്രൈകസ്പിഡ്, ഇടത് സൈഡിലുള്ളത് ബൈകസ്പിഡ്. ആ വ്യത്യാസവും ഓർത്തു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഈ ബൈകസ്പിഡിന് വേറൊരു പേരുണ്ട്, മിട്രൽ വാൽവ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും കേട്ടോ. മിട്രൽ വാൽവ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കാം. ശരി, ഇവിടെ വേറൊരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് തരത്തിലുള്ള സർക്കുലേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ചിത്രീകരണത്തിലുള്ള പര്യയനം ഏതാണ്, രക്തപര്യയനം ഏതാണ് എന്നുള്ളത് കണ്ടെത്തണം. പിന്നെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് വൈ എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിരിക്കുന്ന കുറച്ച് രക്തക്കുഴലുകളാണ്, കുറച്ച് ഓർഗൻസ് ആണ്, കുറച്ച് ബ്ലഡ് വെസൽസ് ആണ്. എക്സും വൈയും ഒരു ഓർഗനും ഒരു രക്തക്കുഴലുമാണ്, ഒരു അവയവം ഒരു ബ്ലഡ് വെസലും ആണ്. അത് കണ്ടെത്താനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് സർക്കുലേഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഈ റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം ആ ഒരു സംഭവത്തിൽ നിന്ന് നോക്കിയിട്ടാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നിട്ടാണ് അത് എക്സിലേക്ക് പോകുന്നുണ്ടായിരിക്കും, അത് കൊണ്ടുപോകുന്നത് പി ആണ്. അങ്ങനെയുള്ള കുറച്ച് ക്ലൂകൾ മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ളൂ അല്ലെ. പൊതുവെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്നുണ്ട് 2 സർക്കുലേഷൻ പഠിക്കുന്ന സമയത്ത്. ആൻഡ് ഈ ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത് പൾമണറി സർക്കുലേഷൻ ആണ്. എന്താണ്? പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പര്യയനമാണ്. അത് കൂടാതെ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആരെയാണ്? അത് ലങ്സ് ആണ്, ശ്വാസകോശമാണ്. പി എന്ന് പറയുന്നത് പൾമണറി ആർട്ടറി ആണ്. അപ്പൊ ഈ പറഞ്ഞ വലത് വെൻട്രിക്കിൾ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള വെൻട്രിക്കിളിൽ നിന്ന് നമ്മളുടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ലങ്സ് ആണ്, പൾമണറി ആർട്ടറി ആയിരിക്കും അതിലേക്ക് രക്തം കൊണ്ടുപോകുന്നുണ്ടായിരിക്കുക എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇതുപോലെ സിസ്റ്റമിക്കും പഠിച്ചു വെക്കണം കേട്ടോ. യെസ്, ഇനി അടുത്ത ചോദ്യം വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്കൊരു ഇലസ്ട്രേഷൻ കാണാം, ഒരു ചിത്രീകരണം കാണാം. ഇവിടെ ആ ചിത്രീകരണത്തിനകത്ത് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്ത് തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഈ തന്നിരിക്കുന്ന ബോക്സിനകത്ത് കുറച്ച് രക്തക്കൊഴലുകൾ, ബ്ലഡ് വെസൽസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിൽ അനുയോജ്യമായിട്ടുള്ളത് ഈ എക്സിന്റെയും വൈന്റെയും സ്ഥാനത്ത് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? കുടൽ, ലിവറിൽ നിന്ന് അത് കരളിലേക്ക് പോകുന്നു. കരൾ മീൻസ് നമ്മുടെ കുടൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈനിൽ നിന്ന് നമ്മുടെ കരൾ അല്ലെങ്കിൽ ലിവറിലേക്ക് പോകുന്നു, പിന്നെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ടിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഒരു ഇലസ്ട്രേഷൻ കൊടുത്തേക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ലൈക്ക് ബ്ലഡ് വെസൽസിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെപ്പാറ്റിക് സിരയുണ്ട്, ലൈക്ക് ഹെപ്പാറ്റിക് ആയിട്ടുള്ള വെയിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമണറി വെയിൻ ഉണ്ട്, മഹാധമനി ഉണ്ട്, ഹെപ്പാറ്റിക് പോർട്ടൽ സിരയുണ്ട്, ശ്വാസകോശ ധമനി പൾമണറി ആയിട്ടുള്ള ആർട്ടറി ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഏത് പര്യയനമാണ് എന്നുള്ളതാണ്. കുടൽ, കരൾ, ഹൃദയം. ദാറ്റ് മീൻസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലിവറിൽ ചെന്ന് ലിവറിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്നത് എന്താണ്? ദാറ്റ് ഈസ് പോർട്ടൽ സിസ്റ്റം അല്ലെ. പോർട്ടൽ സർക്കുലേഷൻ അല്ലെങ്കിൽ പോർട്ടൽ പര്യയനമാണ്. പോർട്ടൽ സിസ്റ്റം എന്ന് എഴുതിയാലും മതി. ആൻഡ് എക്സ് എന്ന് പറയുന്നത് അത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആണ്. എക്സ് ആയിട്ട് വരുന്നത് എന്താണ്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ്. വൈ ആയിട്ട് വരുന്നത് എന്താണ്? വൈ ആയിട്ട് വരുന്നത് ഹെപ്പാറ്റിക് വെയിൻ ആണ് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സിരയാണ്. ചുമ്മാ സിര, മറ്റത് ഹെപ്പാറ്റിക് പോർട്ടൽ സിര. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. പോർട്ടൽ എന്താണെന്ന് അറിയാലോ, 2 അവയവങ്ങൾ ഉണ്ടെങ്കിൽ ആ 2 അവയവങ്ങൾക്കിടയിൽ മാത്രം സർക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരെണ്ണം ഇൻറ്റസ്റ്റൈനും ഒരെണ്ണം നമ്മുടെ കുടലുമാണ് അല്ലെ. ഇൻഡസ്റ്റൈനും പിന്നെ കരളുമാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നതിനെയാണ് നമ്മൾ പോർട്ടൽ. അപ്പൊ കുടലിന്റെയും കരളിന്റെയും ഇടയിലുള്ളതാണ് എന്ത്? പോർട്ടൽ ആയിട്ടുള്ള സർക്കുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം. നമുക്കറിയാം പൊതുവേ ഡോക്ടേഴ്സ് പൾസ് ഒക്കെ നോക്കാറുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പൾസ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. പൾസ് എന്താണ് എന്ന് എഴുതാനാണ് നിങ്ങളോട് ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയുടെ എവിടെയൊക്കെ നിങ്ങൾക്ക് പൾസ് അനുഭവപ്പെടാം, എവിടെയൊക്കെ അനുഭവപ്പെടാം? നമുക്ക് ഈ റിസ്റ്റിന്റെ ഭാഗത്ത് അനുഭവപ്പെടാം അല്ലെ, ഇത് നമുക്ക് ഈ കഴുത്തിന്റെ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ചില മർമ്മങ്ങളുണ്ട്, അവിടെയെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ പൾസ് അനുഭവപ്പെടാറുണ്ട്. ഇനി നമ്മൾ എക്സസൈസ് ചെയ്തതിന് ശേഷം പൾസ് ചെക്ക് ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ട് ഉണ്ടാകും. കാരണം നമ്മുടെ ബ്രീതിങ് ഭയങ്കര കൂടുതലായിരിക്കും, അണപ്പ് കിതപ്പ് ഉണ്ടായിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സസൈസിന് ശേഷം നമ്മൾ ഇതേപോലെ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, വ്യായാമം ചെയ്തതിന് ശേഷം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും? നല്ലപോലെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. പൾസ് എന്താണ് എന്നുള്ളതാണ്. പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ
ഹാർട്ട് ഇതേപോലെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ, ചുരുങ്ങുകയും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു അനുഭവം നമുക്ക് നമ്മളുടെ പല ബ്ലഡ് വെസൽസിലും കാണാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് ആർട്ടറീസിൽ കാണാനായിട്ട് സാധിക്കും. ആർട്ടറീസിൽ ആ ഒരു കൺട്രാക്ഷന്റെയും റിലാക്സേഷന്റെയും ഫീലിംഗ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതായിരിക്കുക, പൾസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കുക. ഹൃദയം സങ്കോചിക്കുകയും അതുപോലെ തന്നെ വികസിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് നമ്മളുടെ ധമനികളിൽ അനുഭവപ്പെടുന്നു. ആ അനുഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, പൾസ് എന്ന് പറയുന്നത്. റിസ്റ്റ് ഈ പറഞ്ഞ കൈത്തണ്ടയുടെ ഭാഗത്ത് നമുക്ക് കാണാം, ഈ ഒരു കഴുത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാം, ഈ ഒരു ഭാഗത്ത് നെറ്റിയുടെ ഈ രണ്ട് ഭാഗത്ത് നമുക്ക് തലയെല്ലാം വേദനിക്കുമ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് നമുക്ക് പൾസ് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ആൻഡ് എക്സസൈസ് ചെയ്ത ഉടനെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യായാമത്തിൻ്റെതായിട്ടുള്ള ഒരു കിതപ്പ് നമ്മളിലുള്ളത് കൊണ്ടിട്ട് നമ്മുടെ ഹൃദയമിരിപ്പ് കൂടുതലായിരിക്കും. ഹൃദയമിരിപ്പ് കൂടുതലായതുകൊണ്ട് പൾസും സ്വാഭാവികമായിട്ടും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത് ഓർക്കുക കേട്ടോ. യെസ്, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് എന്നുള്ളത് അല്ലെ. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ABC എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് വെസൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയുക. ആൻഡ് ഇതിനകത്ത് വാൽവ് ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളതും നമ്മളുടെ സെല്ലിനടുത്തേക്ക് മെറ്റീരിയൽസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ബിയുടെ റോൾ എന്താണ് എന്നുള്ളതുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ABCനെ തിരിച്ചറിയണം, അതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഇതിനകത്ത് വാൽവ് ഇല്ലാത്തത് ആർക്കൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയണം. കോശങ്ങളിലേക്ക് ഓരോ സാധനങ്ങളെ എത്തിക്കാൻ ബിയുടെ പ്രാധാന്യം, ബിയുടെ റോൾ എന്താണ് എന്നുള്ളതും കണ്ടെത്തണം അല്ലെ. എ എന്ന് പറയുന്നത് എന്താണ്, ആർട്ടറി ആണ് അല്ലെങ്കിൽ ധമനിയാണ്. ബി എന്ന് പറയുന്നത് കാപ്പിലറീസ് ആണ്, നടുവിലുള്ളത് കാപ്പിലറീസ് ആണ്. സി എന്ന് പറയുന്നത് വെയിൻ അല്ലെങ്കിൽ സിരകളാണ് അല്ലെ. ഇതിനകത്ത് വാൽവുകൾ ഇല്ലാത്തത് ആർക്ക് മാത്രമേ ഉള്ളൂ, ആർട്ടറീസിനും കാപ്പിലറീസിനും വാൽവുകൾ ഇല്ല. ധമനിക്കും ലോമികകൾക്കും വാൽവുകൾ ഇല്ല. ആർക്കാണ് വാൽവ് ഉള്ളത്, വെയിൻ അല്ലെങ്കിൽ സിരക്കാണ് വാൽവ് ഉള്ളത് അല്ലെ. ഇനി നമ്മളുടെ ബിയുടെ ജോലി എന്താണ്, ന്യൂട്രിയൻസിനെ അല്ലെങ്കിൽ നമ്മൾക്ക് പദാർത്ഥങ്ങളെ പാർട്ടിക്കിൾസിനെ നമ്മളുടെ സെൽസിനകത്തേക്ക് കോശങ്ങളിലേക്ക് എത്തിക്കാനുള്ള റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ സാധനങ്ങൾ, അതിപ്പോൾ ന്യൂട്രിയൻസ് ആയിക്കോട്ടെ ഓക്സിജൻ ആയിക്കോട്ടെ എല്ലാത്തിനെയും നമ്മുടെ സെൽസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകളാണ്. അതുകൂടാതെ സെൽസിനകത്ത് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റിനെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് രക്തത്തിൽ കൊടുക്കുന്നതും ആര് തന്നെയാണ്, ഈ കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകളാണ്. അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങളെ സെല്ലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതും അവിടുന്ന് വേസ്റ്റിനെ കളക്ട് ചെയ്ത് രക്തത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതും ഈ പറഞ്ഞ ബിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇവിടെ ഒരു ഡബിൾ സർക്കുലേഷന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡബിൾ സർക്കുലേഷനിൽ ഒരു ഭാഗമാണ് കൊടുത്തേക്കുന്നത്. അത് ഏത് സർക്കുലേഷൻ ആണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ശ്വാസകോശത്തിന് കാണുമ്പോൾ തന്നെ അത് ക്ലൂ കിട്ടി അല്ലെ. ശ്വാസകോശം ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്വാസകോശത്തിന് ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് പൾമണറി പര്യനം അല്ലെങ്കിൽ പൾമണറി സർക്കുലേഷൻ. അതില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളുടെ എന്താണ്, നമ്മുടെ സിസ്റ്റമിക് ആയിട്ടുള്ള സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള പര്യനം. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇനിയും നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ബോക്സിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കമ്പാനിയൻ സെൽസ്, സഹകോശം, ട്രക്കീഡ് ഉണ്ട്, സീവ് ട്യൂബ് അല്ലെങ്കിൽ സീവ് നാളിയുണ്ട്, വെസൽ ഉണ്ട്. ഇതിനകത്ത് സൈലത്തിൻ്റെത് ഏതൊക്കെയാണെന്ന് മാത്രം എടുത്ത് എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈലത്തിന്റെ മാത്രം മതി. ഓക്കെ, സൈലത്തിന്റെ മാത്രം ഏതൊക്കെയാണ്, ട്രക്കീഡും വെസലും മാത്രമാണ് സൈലത്തിന്റെ. ബാക്കി ഈ പറഞ്ഞ കമ്പാനിയൻ സെൽസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ സഹകോശമാണെന്നുണ്ടെങ്കിലും സീവ് നാളി അല്ലെങ്കിൽ സീവ് ട്യൂബ് ആണെന്നുണ്ടെങ്കിലും ആരുടെയാണ്, ഫ്ലോയത്തിന്റെ ആണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം ആരുടെയൊക്കെയാണ്. ഇതിപ്പോ മിസ് സൈലത്തിന്റെ ചോദിച്ചു, ഇതേപോലെ ഫ്ലോയത്തിന്റെ ചോദിച്ചേക്കാം കേട്ടോ. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ഇതും ഒരു 1 മാർക്ക് ചോദ്യമാണ്. നിങ്ങൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുള്ളൂ, ഹാഫ് ഈച്ച്. ഓക്കെ, യെസ്. ഇനി അടുത്തത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ ബ്ലഡ് സർക്കുലേഷന്റെ ഈ സ്റ്റെപ്സിനെ ക്രമീകരിക്കുക, ഓർഡറിലാക്കുക എന്നുള്ളതാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിസ് ഒന്ന് വായിക്കാം കേട്ടോ. ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി റീച്ചസ് ദ റൈറ്റ് ഏട്രിയം. ബ്ലഡ് പാസസ് ത്രൂ ദ പൾമണറി ആർട്ടറി ടു ദ ലങ്സ്. റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട്. Blood reaches the left atrium through the pulmonary veins. Right ventricle receives blood through the tricuspid valve. Left ventricle receives blood through the bicuspid valve. Okay. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം വലത് ഏട്രിയത്തിൽ എത്തുന്നു. ശ്വാസകോശ ധമനി വഴി രക്തം ശ്വാസകോശത്തിലേക്ക് സംവഹിക്കപ്പെടുന്നു. വലത് വെൻട്രിക്കിൾ സങ്കോചിക്കുന്നു. ശ്വാസകോശ സ്ഥിര വഴി രക്തം ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. വലത് വെൻട്രിക്കൽ ട്രൈക്കസ്പിഡ് വാൽവിലൂടെ രക്തം സ്വീകരിക്കുന്നു. ഇടത് വെൻട്രിക്കൽ ബൈക്കസ്പിഡ് വാൽവിലൂടെ രക്തം സ്വീകരിക്കുന്നു. ഇത് ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. അതിനെ ഓർഡറിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അപ്പോൾ എത്ര പോയിന്റ്സ് ഉണ്ട്, 6 പോയിന്റ്സോളം ഉണ്ട്. ഈ 6 പോയിന്റ്സ് ഓർഡറിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അതാണ് കാര്യം. ഓക്കെ, അപ്പൊ ABCD എന്ന് പറഞ്ഞിട്ടായിരിക്കും പോയിന്റ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. അത് ABCDEF അത് ഏതാണ് എന്നുള്ള ആ ഒരു ഓർഡർ എഴുതി വെച്ചാൽ മതി. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് എന്തായാലും പോയിന്റ്സ് എങ്ങനെയാണ് ഓർഡറിലാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. നോക്കിയാ
അപ്പൊ ഏറ്റവും എന്താ നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്ന് ബ്ലഡ് വിൽ ബി റീച്ചിങ് ദ റൈറ്റ് ഏട്രിയം അല്ലെ. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് പോകും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ദാറ്റ് വിൽ ബി ത്രൂ ദ ട്രൈക്കസ്പിഡ് വാൽവ്. എന്നിട്ട് റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ പൾമണറി ആർട്ടറി വഴിയായിട്ട് ലങ്സിലേക്ക് ബ്ലഡ് പോകും അല്ലെ. അത് അവിടെ വെച്ച് കഴിഞ്ഞു. ഇനി എന്താണ്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരികയാണ്. എവിടെന്നാ വരുന്നത്? ലങ്സിൽ നിന്ന് വരുന്നു. ആര് കൊണ്ടുവരുന്നു? ഇറ്റ് ഇസ് ത്രൂ ദ പൾമണറി വെയിൻസ് അല്ലെ. എന്നിട്ട് ബൈക്കസ്പിഡ് വാൽവ് വഴിയായിട്ട് അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്വീകരിക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് ബോഡി പാർട്സിലേക്ക് പോകും. പക്ഷെ ആ പോയിന്റ് അവിടെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മളത് ഒമിറ്റ് ചെയ്ത് എഴുതുന്നില്ല. ഇങ്ങനെയാണ് ഒരു ഓർഡർ വരുന്നുണ്ടായിരിക്കുക അല്ലെ. വലത് വെൻട്രിക്കിളിലേക്ക് എന്ത് സംഭവിക്കുന്നു? വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം വരുന്നു. എന്നിട്ട് വലത് ഏട്രിയത്തിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട് അല്ലെ. വലത് ഏട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് പോകണം. പോകുന്നത് ട്രൈക്കസ്പിഡ് വാൽവിലൂടെയാണ്. ഇനി വലത് വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോൾ ശ്വാസകോശ ധമനി വഴിയായിട്ട് എങ്ങോട്ടേക്ക് എത്തും? ശ്വാസകോശത്തിലേക്ക് എത്തും. ഇനി ശ്വാസകോശത്തിൽ നിന്ന് തന്നെ ശ്വാസകോശ സ്ഥിര വഴിയായിട്ടുള്ള രക്തം നമ്മളുടെ ഇടത് ഏട്രിയത്തിലെത്തും. എന്നിട്ട് ഈ പറഞ്ഞ ബൈക്കസ്പിഡ് വാൽവിലൂടെ അത് ഇടത് വെൻട്രിക്കിളിലേക്ക് പോകും. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. പക്ഷെ ആ ഒരു പോയിന്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 6 പോയിന്റിൽ ഒതുക്കി എന്നുള്ളത് മാത്രം. ഓക്കെ, ഇങ്ങനെയാണ് ഓർഡർ വരുന്നുണ്ടായിരിക്കുക. ഓർഡർ പഠിച്ചു വെച്ചേക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നിട്ട് ഇതേപോലെ ഒരു ഫ്ലോ ചാർട്ട് മാതിരി തന്നിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലും ചോദിച്ചു തന്നിരിക്കും കേട്ടോ. യെസ്, ഇനി അടുത്തൊരു സംഭവം നോക്കാം നമുക്ക്. പ്ലേറ്റ്ലെറ്റ്സിന്റെ ജോലി ഇവിടെ തന്നിട്ടുണ്ട്. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നുവെങ്കിൽ WBCയുടെ ജോലി എന്താണ് അല്ലെ. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ജോലി എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ജോലി? ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധ ശേഷി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ജോലി. ഡിഫൻസ് ആണ് അതിന്റെ ജോലി കേട്ടോ. നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കളൊക്കെ വരുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്ത് കൊന്നു കളയാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ആര്? WBC എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ബ്ലഡ് വെസലിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലഡ് വെസലിനെ തിരിച്ചറിയുക, ഈ രക്തക്കുഴലിനെ തിരിച്ചറിയുക. ആരാണ് രക്തക്കുഴൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞു വാൽവുള്ള ഒരേ ഒരാളേ ഉള്ളൂ. വാൽവ് ഇല്ലാത്തതാണ് ബാക്കി രണ്ടുപേരും. ആർക്കൊക്കെ വാൽവ് ഇല്ലാത്തത് ആർട്ടറിക്കും കാപ്പിലറീസിനുമാണ് അല്ലെ. ധമനിക്കും അതുപോലെ ലോകികൾക്കുമാണ്. അപ്പൊ ഇവൻ ആരായിരിക്കും? ഇവനാണ് നമ്മുടെ സിര അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. വെയിനിലാണ് ഉള്ളത് നമ്മുടെ വാൽവ് ഉള്ളത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഇതൊരു സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ നമുക്ക് എപ്പോഴും തെറ്റിപ്പോവും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സിനെ ഇവിടെ ഒരു പെട്ടി തന്നിട്ടുണ്ട്. ഈ പെട്ടിക്കകത്ത് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. എത്ര പോയിന്റ്സ് ഉണ്ട്? 6 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിലും 2 പോയിന്റ്സ് വീതം വരുമായിരിക്കും. അപ്പൊ അങ്ങനെ പോയിന്റ്സ് ആക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് പോയിന്റ്സ് നോക്കാവേ. നമുക്ക് വാൽവ്സ് ആർ സീൻ ഇൻസൈഡ് minute pores on the walls and blood flows at a high speed and high pressure made up of single row of cells carries blood to the heart thick and elastic wall എന്നുള്ളതാണ്. ഉള്ളിൽ വാൽവുകൾ കാണുന്നുണ്ട്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നു. ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. ഇലാസ്തികത ഉള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തി. ഇത്രയുമാണ് പോയിന്റ്സ്. ഇതിനെ സിരകൾ, ധമനികൾ, ലോമികളാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് പോയിന്റ്സ് ആക്കി വെച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ നോക്കാം, എന്നിട്ട് മലയാളം നോക്കാം. വെയിൻസിൽ എന്തൊക്കെ വരും? ഇൻസൈഡ് ലൈക്ക് വാൽവ് ഉണ്ട് എന്നുള്ള പോയിന്റ് വെയിൻസിൽ വരും. അതുപോലെ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാണ്? വെയിൻസ് ആണ്. ഓക്കെ, ആർട്ടറീസ് വരുമ്പോൾ ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലും പോകുന്നു. thick and elastic wall ആണെന്നുള്ളതാണ് ആർട്ടറീസിൽ വരുന്നത്. കാപ്പിലറീസിലേക്ക് വരുമ്പോൾ മെയ്ഡ് ഓഫ് മൈന്യൂട്ട് പോർസും അതുപോലെ തന്നെ ലൈക്ക് സിംഗിൾ റോ ഓഫ് സെൽസും. ആ പോയിന്റ്സ് ആണ് കാപ്പിലറീസിൽ വരുന്നതായിരിക്കും. സിരകളിൽ എന്തൊക്കെയാണ് വരുന്നത്? സിരകളിൽ വരുന്നത് ഉള്ളിൽ വാൽവുകൾ കാണുന്നു എന്നുള്ളത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തം കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ സിരകളാണ്. ധമനികൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകി പോകുന്നത്. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തിയാണ്. ലോമികളിലേക്ക് വരുമ്പോൾ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, ഒറ്റനിര കോശങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പോയിന്റ്സ് ആയിട്ട് വരിക. പഠിച്ചു വെച്ചേക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 3 പോയിന്റ്സ് ആയിട്ട് പിക്ചർ സഹിതം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഇവിടെ ഒരു ഇലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇലസ്ട്രേഷൻ മിസ് പറഞ്ഞ പോലെയുള്ള ഡബിൾ സർക്കുലേഷൻ ഒരു ഇലസ്ട്രേഷൻ ആണ്. അപ്പൊ നിങ്ങളോട് ഡാഷ് തന്നിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഡാഷ് തന്നിട്ടുണ്ട്. ആ ഡാഷുകൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ആ ഡാഷുകൾ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ ഹാർട്ടിൽ കൂടെ ബ്ലഡ് പോകുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? അവിടെ ഡബിൾ സർക്കുലേഷൻ. ഒന്നാമത്തെ ഡാഷിൽ ഡബിൾ സർക്കുലേഷൻ എന്ന് വരും അല്ലെ. ഇപ്പൊ പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പര്യയനം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഡാഷിൽ എന്ത് വരും? സ്വാഭാവികമായിട്ടും എന്ത് വരും? സിസ്റ്റമിക് ആയിട്ടുള്ള പര്യയനം അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് വരും. ഇനി നമ്മുടെ പൾമണറി പര്യയനത്തിന്റെ ആ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് അത് പാസ് ചെയ്ത് പോകുന്നത്, എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നവനാണ് നമ്മളുടെ സിസ്റ്റമിക് ആയിട്ടുള്ള പൾമണറി ആയിട്ടുള്ള സർക്കുലേഷൻ എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഡാഷിൽ വരുന്നുണ്ടായിരിക്കുക ദ്വിപര്യനം അല്ലെങ്കിൽ ഡബിൾ സർക്കുലേഷൻ ആണ്.
സെക്കൻഡിൽ വരുന്നത് സിസ്റ്റമിക് പര്യനം അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള സർക്കുലേഷൻ. അത് നമുക്കറിയാം, അതിന്റെ ആ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ്, എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിക്കുന്നു എന്നുള്ളത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി നമ്മളുടെ പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പര്യനത്തിന്റെ ആ ഒരു പാസേജ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കും, റൈറ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കും, അങ്ങനെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾക്ക് ഇവിടെ കുറച്ച് പാർട്സ് തന്നിട്ടുണ്ട്. എക്ക് അനുസരിച്ച് ബിയും സിയും അറേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, എന്തൊക്കെയാണ്? വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. പിന്നെ അയോട്ട, പൾമണറി വെയിൻ, ഇൻഫീരിയർ വീനക്കാവ, പൾമണറി ആർട്ടറി. From lungs to from heart to the lungs, from heart to different parts of the body, from lungs to heart, from different parts of the body to heart. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഒന്നും കൂടെ മിസ് മലയാളത്തിലുള്ളത് വായിക്കാം. വലത് ഏട്രിയം ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി. വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. അതിൽ ബിയിൽ കൊടുത്തേക്കുന്നത് മഹാധമനി, ശ്വാസകോശ സിര, അധോ മഹാധമനി, ശ്വാസകോശ ധമനി എന്നിങ്ങനെയാണ്. സിയിൽ വരുന്നത് ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ഇങ്ങനെ മാച്ച് ചെയ്യണം. നമുക്ക് മാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കളയാം. ഓക്കെ, റൈറ്റ് ഏട്രിയത്തില് ഇൻഫീരിയർ വീനക്കാവ വരും, ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്, അങ്ങനെ വരും. ഇനി റൈറ്റ് വെൻട്രിക്കിള് പൾമണറി ആർട്ടറി വഴിയായിട്ട് ഫ്രം ഹാർട്ട് ടു ദ ലങ്സ്. ഇനി ലെഫ്റ്റ് ഏട്രിയം പൾമണറി വെയിൻ വഴിയായിട്ട് ഫ്രം ലങ്സ് ടു ദ ഹാർട്ട്. ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോർട്ട വഴിയായിട്ട് ഫ്രം ഹാർട്ട് ടു ദ ബോഡി, ഡിഫറെന്റ് ബോഡി പാർട്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡി പാർട്സിലേക്ക് അത് പോകും. ഓക്കെ, ഇനി വലത് ഏട്രിയം എന്ന് പറയുന്നത് അധോ മഹാസിര വഴിയായിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തും. വലത് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശ ധമനി വഴിയായിട്ട് ശ്വാസകോശത്തിലേക്ക് ഹൃദയത്തിൽ നിന്നുള്ള രക്തം കൊണ്ടുപോകും. ഇടത് ഏട്രിയം ശ്വാസകോശ സിര വഴിയായിട്ട് ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തത്തിന് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. ആൻഡ് ഇടത് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് മഹാധമനി വഴിയായിട്ട് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയാണ് ആ ഒരു മാച്ചിങ് വരുന്നുണ്ടായിരിക്കുക. മാച്ചിങ് പഠിച്ചു വെച്ചേക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൂടാതെ മിസ് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളുടെ ആ ഒരു ECGയുടെ ഗ്രാഫ് ഉണ്ട്, PQRST എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് വരച്ചു വെക്കാനായിട്ട് വരയ്ക്കാൻ പഠിക്കണം, നിർബന്ധമായിട്ട് വരയ്ക്കാൻ പഠിക്കണം. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഏട്രിയത്തിന്റെ സിസ്റ്റോള്, വെൻട്രിക്കിളിന്റെ സിസ്റ്റോള്, ഡയസ്റ്റോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. സ്പിഗ്മോ മാനോമീറ്റർ തന്നാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെച്ചിരിക്കണം. ഹൃദയം വരയ്ക്കാനായിട്ട് ചോദിക്കുമോ എന്നുള്ളത് ഒരു 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 കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം ഇച്ചിരി ടഫ് ആണല്ലോ. അതുകൊണ്ട് വരയ്ക്കാനായിട്ട് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. അത് കൂടാതെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരയ്ക്കാൻ പഠിക്കണം. മോർ ഓവർ വില്ലസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പെരിസ്റ്റാൾസിസ് എന്താണ്? പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ ഇറക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു തരംഗചലനമാണ് അല്ലെ, വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ഹൃദയ ദിനം, ഹാർട്ട് ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 29-ാം തീയതി. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളുടെ രക്തക്കുഴലിന്റെ ഉള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ഒരു അസുഖം, അതിറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം, ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിസ്സിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു പോർഷൻസിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. മോസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മിസ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിക്കാം. ഇത്രയേ ഉള്ളൂ ഫ്രം മൈ സൈഡ്. ഓക്കെ,